വി എസിന്റെ വിയോഗം അറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? വിഷമവും സങ്കടവും. പിന്നെ മനുഷ്യനായിട്ട് ഭരണം എല്ലാവർക്കും പറ്റുന്നതാണ്. ഉറങ്ങിയില്ല. സമരമുഖത്തെ പോരാളികളെ കാണാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയാണ്. വെയിലത്ത് വാടാത്ത മനുഷ്യനാണത്. സമരങ്ങൾ കൊണ്ട് ഈ ജനതയെ നയിച്ച വ്യക്തിയാണ് പല പോരാട്ടങ്ങൾക്കും. സമര തീച്ചൂളയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സമരം എന്താണെന്ന് കാണിച്ചു കൊടുത്ത നേതാവാണ് വി എസ് അച്യുതാനന്ദൻ. അതോടൊപ്പം സാധാരണക്കാരൻ്റെ സ്പന്ദനം അറിയുന്ന നേതാവായിരുന്നു. കൊച്ചു കുട്ടികൾ മുതൽ ആപാലവൃദ്ധം ജനങ്ങളും ഇന്നിവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ആരും ഉറങ്ങാതെ കാത്തു നിൽക്കുകയാണ്. വി എസ് എപ്പോൾ വരുന്നു വി എസിനെ കണ്ടിട്ടേ ജനങ്ങൾ മറങ്ങത്തുള്ളൂ. ഇവിടെ മുതൽ മാത്രമല്ല, ആലപ്പുഴ വരെ ഇതൊരു സംഭവം ഉണ്ടായിരിക്കും. വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴയിൽ പാർട്ടിയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രായം 33 വയസ്സായിരുന്നു. കൊല്ലം ജില്ലയുടെ ചുമതലക്കാരനായി നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു പാർട്ടി. അത് വലിയ വിജയമായിരുന്നു. 11 സീറ്റിൽ കൊല്ലത്ത് പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അന്ന് ആലപ്പുഴ എന്നുള്ള ജില്ല രൂപീകരിച്ചിട്ടില്ല എങ്കിൽ പോലും സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എന്നുള്ള ചുമതലയിലേക്ക് വി എസ് അച്യുതാനന്ദൻ കടന്ന് എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ ഐക്യ കേരള പിറവിക്ക് ശേഷമുള്ള ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലേക്ക് പാർട്ടിയും മുന്നണിയും കടന്നു വരുമ്പോൾ 11 സീറ്റുകളിലാണ് പാർട്ടിക്ക് വിജയിക്കാനായത്. അതിന് നെടുനായകത്വം വഹിച്ച ആളായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ച, തെരഞ്ഞെടുപ്പിനെ നയിച്ച് പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിച്ചതിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു ചുവടാണ് വെച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം ജില്ല കടന്നുള്ള പ്രവർത്തനങ്ങളിലേക്ക് സജീവമാകുന്നതും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന തരത്തിലേക്ക് എത്തുകയൊക്കെ തന്നെ ചെയ്തത്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന വേളയിലും അതിനുശേഷം പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച വേളയിലൊക്കെ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സമരങ്ങൾ, അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. നിരവധി വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടകനായി മാറി. അങ്ങനെ വി എസ് സമരരംഗത്തും സംഘടനാ രംഗത്തും പിന്നീട് ഭരണാധികാരിയൊക്കെ ആയി വന്ന സമയത്തൊക്കെ ഒരുപാട് തവണ ഇവിടെ എത്തിയതാണ്. ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടത്തി, സമരത്തിന് ഉദ്ഘാടനം നടത്തി, വിവിധ പദ്ധതികൾക്ക് ഉദ്ഘാടനം നടത്തി. എങ്ങനെയാണ് മനസ്സിൽ കരുതുന്നത് അദ്ദേഹത്തെ? സഖാവ് വേറെ പകരക്കാരനില്ലാത്തൊരു നേതാവാണ്. പാവങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട നേതാവാണ്. വികസനം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റത്തില്ല. മരണം, വി എസിന് മരണമില്ല. അതാണ് നമ്മൾ മനസ്സിലുണ്ട്. പ്രസംഗങ്ങൾ മാത്രം മതി ഈ കാലങ്ങളോളം അതിജീവിക്കാൻ. പാർട്ടി സഖാക്കൾക്ക് അത് മാത്രം മതി. അതിൻ്റെ ഊർജം കൊണ്ട് നമുക്ക് കേരളത്തെ നയിക്കാൻ പറ്റും. അതാണ് പ്രസ്ഥാനത്തിനകത്തും പുറത്തും നിന്ന് പുള്ളി പ്രസ്ഥാനത്തിന് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും പോരാടിയ ആളാണ്. അത് ഒരിക്കലും ജനങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അതാണ് ഒരു വികാരം എന്ന് പറയുന്നത്. ആ വികാരം കൊണ്ടാണ് പാർട്ടി സഖാക്കളും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാരും മുന്നോട്ട് പോകുന്നത്. സ്വീകരിച്ച നിലപാടുകൾ അത് ജനപക്ഷമായിരുന്നു. അതിൻ്റെ ഭവിഷ്യത്തുകൾ സംഘടനാപരമായി എതിരാകും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഘട്ടത്തിൽ പോലും നിലപാടുകളിൽ നിന്നും മാറ്റം വരുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ജനകീയ മുഖത്തെ കൂടുതൽ മനോഹരമാക്കുകയാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ സംഘടനാ രംഗത്ത് തിരിച്ചടി നേരിട്ടത് PBയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് നടപടി നേരിടേണ്ടി വന്ന ഘട്ടത്തിലും ഉറച്ച നിലപാട് തന്നെ സ്വീകരിച്ചു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ജനകീയ മുഖത്തെ കൂടുതൽ സുന്ദരമാക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടുകൾ, ഒപ്പം തന്നെ വ്യത്യസ്തമായ പ്രസംഗശൈലി, പ്രവർത്തനശൈലി, ഇതൊക്കെയാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഊട്ടി ഉറപ്പിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളായി മാറിയത്. നീട്ടിയും കുറുക്കിയും ആവർത്തിച്ചുമുള്ള പദപ്രയോഗങ്ങൾ, പ്രത്യേക ശൈലി, അതിൽ നിറയുന്ന ആക്ഷേപഹാസ്യം, പരിഹാസം, വിമർശനം, ഇതൊക്കെ തന്നെ കുറുക്കിക്കൊള്ളുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ മണിക്കൂറുകൾ കാത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തോടുകൂടി അദ്ദേഹം വേദി വിട്ടൊഴിയുന്ന ഘട്ടത്തിൽ പരിപൂർണമായി പിരിഞ്ഞു പോകുന്ന ഒരു ജനത. ചുരുക്കത്തിൽ CPMൻ്റെ സംഘടനാ സംവിധാനം ഒന്നും തന്നെ ഉപയോഗിക്കാതെ VS വരുന്നുണ്ട് എന്ന് പ്രചരിപ്പിച്ചാൽ ആളുകൾ കൂടുന്ന സമ്മേളനങ്ങളുണ്ടായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, പല തെരഞ്ഞെടുപ്പുകളിൽ കേരളം മുഖ്യ പ്രചാരകനായി VS അച്യുതാനന്ദനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ പാർട്ടിക്കും സംഘടനയ്ക്കും വിജയം എളുപ്പമാക്കിയ ഘടകങ്ങളായി മാറുകയും ചെയ്തിട്ടുണ്ട്.
VS എത്തിയാൽ വിജയമുറപ്പ് എന്ന് കരുതുന്ന തരത്തിലേക്ക് പല സ്ഥാനാർത്ഥികളും VSനെ ഓരോ മണ്ഡലങ്ങളിലും എത്തിച്ച് പ്രചരണം നടത്തിയത് ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ചുരുക്കത്തിൽ VS അച്യുതാനന്ദൻ്റെ ജനകീയ മുഖം വിജയത്തിന് വലിയ തോതിൽ ഉപകാരപ്പെടുത്തിയ നിരവധി ആളുകളുണ്ട്. അങ്ങനെ നിരവധി ഇടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജനസ്വാധീനം വിജയത്തിന് നിർണായക ഘടകമായി മാറിയതൊക്കെ തന്നെ കേരളത്തിൻ്റെ ചരിത്രമാണ്. അങ്ങനെയുള്ള ഒരു ജനനായകനാണ് വിട്ട് അകലുന്നത്. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജനസഞ്ചയം പാതയോരങ്ങളിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്നത്. തീർച്ചയായും VS കേരളത്തിൽ ആരായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ പകലിലും രാത്രിയിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. VS എന്ന ജനനായകനെ കേരളം എത്രത്തോളം സ്നേഹിച്ചിരുന്നു, ആദരിച്ചിരുന്നു എന്ന് കണ്ടറിയുകയാണ്. നോക്കൂ, ഇനിയും സമയമെടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ ചിന്നക്കടയിൽ നിന്ന് ചവറയിലേക്ക് വെറും 13 കിലോമീറ്റർ തികച്ചില്ല. 13 കിലോമീറ്റർ താണ്ടാൻ ഇനിയും 1/4 മണിക്കൂർ എടുക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മണ്ണ് നുള്ളിയിടാൻ ഇടമില്ലാത്തത്രയും ജനസാഗരമാണ്. അണയാതെ കൊല്ലത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ നേതാവിനെ കണ്ടു മതിയാകാതെ VSൻ്റെ പ്രിയപ്പെട്ട കൊല്ലം പുഴ പോലെ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ജനസാഗരം.